മലപ്പുറം കൈനോട് മണ്ണിടിച്ചിലിൽ വീട്ടമ്മയുടെ കാല് മണ്ണിൽ കുടുങ്ങി. വീട്ടമ്മയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലപ്പുറം കൈനോട് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഒരു സ്ത്രീ ഒരു മണ്ണിലകപ്പെട്ട് നിൽക്കുന്നു. അവരുടെ കാല് മുഴുവൻ മണ്ണിലകപ്പെട്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഭീതിയോടും ഞെട്ടലോടും കൂടിയാണ് കണ്ടത്. അത് ഇവരാണ്, ഉമൈബ എന്ന കൈനോട് സ്വദേശിനിയാണ്. എന്താണ് അപ്പോൾ സംഭവിച്ചത്? ഞാൻ മണ്ണ് കോരിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം താന്ന് പോവുമായിരുന്നു വെള്ളം. അപ്പം ഞാൻ വെള്ളം അവിടെ നിന്ന് ആവണ്ട വെച്ചിട്ട് ഞാൻ ഒരു ചാരി ഓരി കൊടുത്തിരുന്നു. ചാരി തോണ്ടി കൊടുക്കായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഞാൻ താഴെ നിൽക്കുകയാണ്. എപ്പോഴാണ് പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. മണ്ണിന്റെ കൂടെ അങ്ങ് നിങ്ങൾ താഴെ പോയി. കുറച്ച് സമയം പേടിച്ചു പോയില്ലേ? കുറച്ചൊരു 5 മിനിറ്റ്. 5 മിനിറ്റ് നിങ്ങൾ അങ്ങനെ മണ്ണിൽ നിന്നു? അങ്ങനെ നിന്ന്. പിന്നെ കുട്ടികൾ വന്ന് ഞാൻ സ്വയം ഇങ്ങനെ ഊരി വെച്ച് കാലെടുത്ത് ഈന് വീക്കുണ്ട്. കാല് ഇവിടുന്ന് അരന്റെ ഈ ബാക്ക് സൈഡ് ഈ അരയിൽ നിന്ന് താഴെ ഭാഗം മുഴുവൻ മണ്ണിന്റെ അടിയിലായിരുന്നു. കല്ലൊക്കെ വന്ന് പിന്നെ ഉമ്മാന്റെ മേലെ ഇരുന്നേന്നു. അങ്ങനെ ഉമ്മാനടുന്ന് വലിച്ചു എടുത്തതാണ്. ആരാണിത്? അവരെ രക്ഷപ്പെടുത്തിയത്? ഞങ്ങൾ താഴെ പോയിട്ട്. ഇത് അവരുടെ വീടാണ്. ഇപ്പൊ ഉമൈബ എന്ന ആ ഉമ്മയുടെ വീടാണ്. ആ വീടിന്റെ പുറകുവശത്താണ് ഇടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവര് ഈ മണ്ണിടിഞ്ഞതിനൊപ്പം തന്നെ ഇവർ താഴേക്ക് അങ്ങ് പോവുകയായിരുന്നു. അതാണ് സംഭവിച്ചത്. അവിടെ ഈ കല്ലിനും മണ്ണിനും ഒക്കെ ഇടയിൽ അവർ അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. വളരെ വേഗത്തിൽ, ഏതാണ്ട് 5 മിനിറ്റ് നേരമേ അങ്ങനെ നിന്നിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതിന് മുൻപ് തന്നെ അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. 3 പേർക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഉമൈബയ്ക്ക് കാര്യമായ പരിക്കുകൾ ഇല്ലാത്തതിനാൽ തന്നെ അവർ വീട്ടിൽ തന്നെ തുടരുകയാണ്. കാലിനും മറ്റും ചെറിയ പരിക്കാണുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. റെഡ് അലേർട്ട് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ ജില്ലയിൽ തുടരുകയാണ്. മുഹമ്മദ് അർഷാഖിനൊപ്പം മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.